ശ്യാംകുമാർ, ഇപ്പോൾ ഈ ആദ്യത്തെ കേസിന്റെ കാര്യം നമ്മൾക്കറിയാം. കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അന്വേഷണ സംഘത്തിനെതിരെയുള്ള കോടതിയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ വരുന്ന ഈ കേസിൽ പോലീസിന് കുറച്ചുകൂടി സൂക്ഷിച്ച് നീങ്ങേണ്ടി വരും. കൃത്യമായി പഴുതുകൾ അടച്ച് മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ. സ്വാഭാവികമായും ഈ മൊബൈൽ ഫോൺ അടക്കം ഇടപാടുകൾ നടന്നതിന് തെളിവായി മാറുന്ന ഒട്ടേറെ സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഈ മറ്റ് മൊബൈൽ ഫോണുകൾ, അതിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഈ തെളിവ് ശേഖരണത്തിന് പോലീസ് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ ശ്യാംകുമാർ. തീർച്ചയായിട്ടും ഈ കേസിന്റെ പ്രാഥമിക ഘട്ടം പോലും കഴിഞ്ഞു എന്ന് പറയാനാകാത്തൊരു കേസാണിത്. കാരണം ഇന്നത്തെ ചോദ്യം ചെയ്യലിലാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും അതിലൂടെ ഏറ്റവും അവസാനം അറസ്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ ഷൈൻ ഉപയോഗിക്കുന്ന 3 ഫോണുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ 2 ഫോണുകൾ എടുക്കാൻ മറന്നുവെന്ന മൊഴി പറഞ്ഞ ഷൈൻ്റെ മുന്നിലേക്കാണ് ലഹരി ഉപയോഗത്തിനായി നൽകിയ 20,000 രൂപയുടെ പണമിടപാടിന്റെ തെളിവുകളടക്കം പോലീസ് മുൻപോട്ട് വെക്കുകയും ഷൈനോട് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തത്. ആദ്യം രാസലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ഷൈൻ പിന്നീട് മെത്ത് ഉൾപ്പെടെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുകയും ഈ കുറ്റസമ്മതമൊഴി നടത്തുകയും ചെയ്തത്. ഏതായാലും ഇതിൻ്റെയൊക്കെ തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഹോട്ടൽ വേദാന്തയിൽ ഉൾപ്പെടെ ഷൈനെയും കൂട്ടുപ്രതിയെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയ സജീറിനെ ഈ കേസിൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടം പോലും പൂർത്തീകരിക്കാത്ത ഒരു കേസിൽ 2ാം പ്രതിയെ കണ്ടെത്തേണ്ടതുണ്ട്. നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മയക്കുമരുന്ന് കേസിൽ, ആ കൊക്കൈൻ കേസിൽ രക്ഷപ്പെട്ടത് പോലീസിന്റെ അന്വേഷണത്തിൽ വന്ന പാളിച്ചകളായിരുന്നു. അത് കോടതി എടുത്ത ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. അറസ്റ്റിലായിട്ടും പ്രതിയെ വൈദ്യപരിശോധന നടത്താനോ കൊക്കൈൻ ഉപയോഗിച്ചൊന്ന് കണ്ടെത്താനോ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത്. ആ ചീത്തപ്പേര് മാറ്റാനും കൂടിയാണ് പോലീസ് ഈ 2ാമത്തെ കേസിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഷൈനെതിരായിട്ടുള്ള FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ലഹരി ഉപയോഗത്തിന് വേണ്ടി പണം കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ലഹരി ഉപയോഗിക്കാനായി ഹോട്ടലിൽ മുറിയെടുത്തത്, ഗൂഢാലോചന നടത്തിയത്, അങ്ങനെ പോലീസിന് പ്രാഥമികമായി ശേഖരിച്ച തെളിവുകൾ തന്നെ പര്യാപ്തമാണ്. പക്ഷേ ഈ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എത്ര തവണ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ആ ലഹരി കൊടുത്തിരുന്നത് ആരാണ് എന്നും മറ്റുള്ള ബന്ധങ്ങളുണ്ടോ എന്നും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. ഏതായാലും ഈ വിവരങ്ങളെല്ലാം പോലീസിന് അടുത്ത ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഇപ്പോൾ ചുമത്തപ്പെട്ട വകുപ്പുകൾ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ 2ാം പ്രതിയുടെ അറസ്റ്റോടെ, 2ാം പ്രതിയുടെ ചോദ്യം ചെയ്യലോടെ, മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുക. അപ്പോൾ ഒരുപക്ഷെ ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും അല്പസമയത്തിനകം പ്രതിയെ ജാമ്യവ്യവസ്ഥ പൂർത്തീകരിച്ച ശേഷം പുറത്തേക്ക് ഇറക്കും. 5 മിനിറ്റിനകം ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജാമ്യവ്യവസ്ഥകൾ പൂർത്തീകരിച്ച് സ്റ്റേഷൻ ജാമ്യം നൽകിയ ഷൈൻ ടോം ചാക്കോ 5 മിനിറ്റിനകം സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവച്ചത്. സ്റ്റേഷൻ ജാമ്യമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക്. അല്പസമയത്തിനകം ഷൈൻ ടോം ചാക്കോ സ്റ്റേഷന് പുറത്തേക്ക് വരും. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.